എങ്ങനെയുണ്ട് വിശ്വേട്ടാ? സത്യസന്ധമായ മറുപടിയാണോ നിനക്ക് കേൾക്കേണ്ടത്? ആ അതെ. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഏറ്റവും ചേരുന്നത് പഴയ രീതിയിലുള്ള വേഷം തന്നെ. ഇതിനൊരു ചേർച്ചക്കുറവുണ്ട്. ആ ചേർച്ചക്കുറവ് ഈ തുണിയുടെ പ്രശ്നമല്ല, അത് കാണുന്ന ഈ കണ്ണിന്റെ കുഴപ്പം. വിശ്വേട്ടൻ ആ പഴഞ്ചൻ കണ്ണിക്കൂടെ എല്ലാം നോക്കി കാണുന്നേ, അതുകൊണ്ടാ എന്തിലും ആദ്യം തെറ്റ് കാണുന്നേ. എന്നാ എന്റെ ഭാര്യ സുന്ദരിയായിട്ടൊരു ജോലിക്ക് പോകുന്നു, അതിലൊന്ന് സന്തോഷിക്കുക, അവളെ ഒന്ന് അനുഗ്രഹിക്കുക. അങ്ങനൊന്നും ചിന്തിക്കാൻ തോന്നുന്നില്ലല്ലോ. ആ ഏതായാലും ആദ്യത്തെ ദിവസമല്ലേ, കരഞ്ഞോണ്ടിറങ്ങി പോകണ്ട. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ വിശ്വേട്ടൻ ആളൊരു പാവാന്ന് എനിക്കറിയത്തില്ലേ? വിശ്വേട്ടാ, ഡാർലിംഗ്, ഞാൻ ഇറങ്ങട്ടെ. ചേച്ചി ഞാൻ അയ്യോ, നീ ശകുനം വരണ്ട, ശകുനം മുടക്കാതിരുന്നാ മതി. അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ വിശ്വൻ ഡാർലിംഗ്. പോയിട്ട് വാ. അവള് പോയിന്ന് തോന്നുന്നു, അപ്പൊ ഞാൻ വേഗം ചെല്ലട്ടെ. ബൈ. ഡാർലിംഗ്, ടാറ്റാ. ടാറ്റ ചേച്ചി, ടാറ്റ ടാറ്റ. സാറേ ഈ ഫയൽ നോക്കണേ. ഹലോ, ഇന്ന് ഇവിടെ പണം എടുക്കോ ഇല്ലയോ? കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു. എടുക്കുമല്ലോ സാർ, അവിടെ നിങ്ങൾ എന്താണ് പണി കാണിക്കുന്നത്? സമയം ഒരുപാടായി, പോയിട്ട് വേറെ പണിയുള്ളതാ. അതിലൂടെ പണി നടക്കില്ലേ സാർ? എന്താ സാർ? ഒരു മിനിറ്റ്. എലിസബത്തെ, ഇതൊന്ന് അറ്റൻഡ് ചെയ്യൂ. ഞാൻ ഈ രജിസ്റ്റർ അപ്ഡേറ്റ് ആക്കാം സർ. കേട്ടല്ലോ മണിയണ്ട, നീ ഇതൊന്ന്. അയ്യോ സാർ, വല്ല മുക്കുമണ്ടവും വെച്ച് എനിക്കകത്താൻ വയ്യ. അതിങ്ങി തരൂ. സ്റ്റാഫ് കുറവാണെന്ന് ഹെഡ് ഓഫീസിൽ എഴുതിട്ട് കാലം കുറയായി. ഇന്ന് രണ്ടുപേര് ജോയിൻ ചെയ്യുന്നെന്ന് കേൾക്കുന്നു. രണ്ടുപേരും ഇവിടെയോ? ആരൊക്കെ സാറേ? ഒരു സതിയും ഒരു ലീലാവതിയും. അവിടെ ഇതുവരെ വരുന്നോ? 20 രൂപ വരും. അത് കൂടുതലൊന്നും എനിക്ക് തരാൻ പറ്റില്ല കേട്ടോ. അതൊന്നും പറ്റില്ല ചേച്ചി, മീറ്റർ നോക്കിയേ. 40 രൂപയുണ്ടേ. അനിയും വെച്ചോ, 40 രൂപയുണ്ട് കേട്ടോ. 40. ഇതെന്തോന്ന് രാവിലെ? ആരാത്? ആരാന്ന് ചോദിച്ചാ ആരാന്നത്? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരാ? ഞാൻ ലീലാവതി സർ. ഓ, മറിയച്ചേടത്ത് ജോയിൻ. എന്റെ അമ്മ ചെയ്തെല്ലാം പൊളിച്ചടുക്കുമല്ലോ ഇന്ന്. അയ്യോ, എന്റെ കാല് സാർ ഇത് കണ്ട, ഈ കസേര വലിച്ചു നീക്കിട്ട് എന്നെ താഴെ തള്ളിയിട്ട് സാർ. ഇവരെ സസ്പെൻഡ് ചെയ്യണം സാർ, ഇവരെ സസ്പെൻഡ് ചെയ്യണം. അയ്യോ, നിങ്ങളാണോ കസേര വലിച്ചിട്ടത്? അയ്യോ സാർ, എന്റെ മമ്മിയാണ്, എന്റെ ഡാഡിയാണ്, എന്റെ ഈ ഐസിനാണ്, എന്റെ ഈ ഫ്ലോർ ദേവിയാണ്. ഈ ഓഫീസ് സത്യമായിട്ട് ഞാൻ അറിഞ്ഞോലും ഇല്ലേ സാർ? ഞാൻ അറിഞ്ഞില്ല. ഡമ്പോ, കരുകരാന്നിങ്ങനെ കള്ളം പറയാൻ എങ്ങനെ മനസ്സ് വരുന്നുണ്ട് ഈശ്വരാ? അയ്യോ, കള്ളം പറയുമെന്ന് എനിക്കറിയാം സാർ, പച്ചക്കള്ളം പറയുമെന്നും എനിക്കറിയാം. പക്ഷെ ഇതുപോലെ നട്ടാക്കുരുക്കാതെ നുണ പറയുന്നത് ഞാൻ ആദ്യമായിട്ട് അറിയുകയാണ് സാർ. അതല്ല സാർ, താങ്ക് യു സാർ, താങ്ക് യു. അയ്യോ 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 സാർ, എന്താ സാർ? എന്താ സാർ തള്ളിയില്ല സാർ എന്നെ? ഞാൻ അറിഞ്ഞ കാര്യവും കണ്ട കാര്യമില്ല സാർ. എന്റെ മാതാവാണ്, പിതാവാണ് സത്യം. സത്യമാണ് സാർ, ഒന്നും എനിക്ക് അയ്യോ അയ്യോ അയ്യോ, രണ്ടുപേരും ഇരിക്കണം. ഞാൻ പിടിച്ചോളാം, കസേര പിടിച്ചോളാം. ഇനി ആരും ഇവിടെ പോയി 2 ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് പാടോ. 2 ഗ്ലാസ് വെള്ളം? 2 ഗ്ലാസ്. ഓരോ ജോയിന്റ് റിപ്പോർട്ട് എഴുതി തരൂ. എന്റെ ദൈവമേ. രാവിലെ മുരൊന്നും തിന്നാൻ കിട്ടാൻ നിൽക്കണം തോന്നുന്നു. ഡീ
ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴാ ഒന്ന് ശ്വാസം നേരെ വീണു. അയ്യോ, ഒന്ന് കിളച്ചിട്ട് കൊടുത്തിരുന്നെങ്കിൽ എന്തോരം കായ്ബലം ഉണ്ടാവേണ്ട തെങ്ങ. വല്യമ്മ പണിക്ക് ആളെന്ന് സാറേ. അല്ല, എന്താ ഇത്? ഇതൊരു എക്സസൈസ്, വെറുതെ. മണ്ണ് വെട്ടി നല്ല പരിചയമുള്ള ആളെ പോലെ തോന്നുന്നു. നല്ല പെർഫെക്ഷൻ. അത് ഇതെന്റെ ഒരു ഹോബിയാ. കുടുംബത്തിലാരെങ്കിലും മണ്ണ് വെട്ടുണ്ടായിരുന്നു? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നല്ല പരിചയവും കൈത്തഴക്കവും ഫീൽ ചെയ്യുന്നു. അത് ഈ ഹോബി ഇങ്ങനെ ചെയ്ത് അതിലങ്ങ് എക്സ്പേർട്ട് ആയി പോയതാ. എന്താ നോക്കുന്നേ? ഏയ്, വീട്ടില് 4 കാറുണ്ടെന്നാണല്ലോ സതി ചേച്ചി പറഞ്ഞത്. അല്ല, കാറൊക്കെ എവിടെ? വരും, ഒന്നൊന്നായി വരും. ഈ ബിസിനസിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാ. ബിസിനസ് എന്ന് വെച്ചാ എന്ത് ബിസിനസ്? ഒരുപാട് ബിസിനസ് ഉണ്ട്. എന്തോ അഗ്രോ കോർപ്പറേഷന്റെ കാര്യം മുമ്പ് പറഞ്ഞിരുന്നില്ലേ? അവിടെയാണ് പ്രധാന ജോലി. അതിന്റെ ഹെഡ് ഓഫീസ് എവിടാ? പറമ്പില്. പറമ്പില്ല, അതെവിടാ? പറമ്പ് ഒരു സ്ഥലപ്പേരാ. ഏത് ജില്ലയില്? ഏത് ജില്ലയിലാണെന്ന് ഞാനും അങ്ങ് മറന്നുപോയി. സ്വന്തം ഓഫീസ് എവിടെയാണെന്ന് മറന്നുപോയോ? അല്ല, ഒരുപാട് കാര്യങ്ങളാണല്ലോ തലയില്. അല്ല, അതിരിക്കട്ടെ. ചേച്ചി പുറത്തെങ്ങാണ്ട് പോയിരിക്കുകയാണല്ലേ? പശുവിന് പിണ്ണാക്ക് കൊടുക്കാൻ സമയമായി. എന്ത്? അല്ല, പശുവിന് പിണ്ണാക്കേ ഭക്ഷണം കൊടുക്കാനുള്ള നേരമായെന്ന്. അക്കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാല്ലേ? ഇത് ഹോബി ആയിരിക്കും അല്ലേ? അല്ല, ഇതും എൻ്റെ ഒരു ഹോബിയാണ്. പിന്നെ ലാലുക്കുട്ട സമ്മതിച്ചാൽ, അയ്യോ സോറി, എനിക്ക് സന്തോഷത്തോടെ എൻ്റെ ഹോബി ചെയ്യാം. ചേട്ടന്റെ ഹോബി നടക്കട്ടെ. അല്ല, പിണ്ണാക്ക അല്ല, പശുവിന് കൊടുക്കാനുള്ള പിണ്ണാക്ക് എവിടെ ഇരിക്കുന്നത്? സാർ വാ, ഞാൻ കാണിച്ചു തരാം. വാ. മണിക്കുട്ടി, വാ ദാ, മുഴുവൻ കുടിച്ചോട്ടോ. ഇത് മുഴുവനും കുടിക്കണേ. ഇത് ഹോബിയല്ല. ഹോബികൾ ഇത്രയും പെർഫെക്റ്റ് ആവില്ല. ഓക്കെ, താങ്ക് യു മാഡം. ഇതാ. അയ്യേ, എനിക്ക് വേണ്ട. കുട്ടിക്ക് തരാൻ വന്നതല്ല, പണയമ്മയ്ക്ക് വന്നതാ. ഇതാ. ആരുടെ മാലയാ? എന്താ? അല്ല, ഭാര്യയുടെ ആണോ സഹോദരിയുടെ ആണോ? ഭാര്യയുടെയാ. എന്താ? കഷ്ടമുണ്ട് കേട്ടോ. ഇതൊക്കെ പാപമാണ്. ഭാര്യമാർ എത്ര ആഗ്രഹിച്ചിട്ടാണെന്നോ മാലയമളയൊക്കെ ദേഹത്തിട്ടേക്കുന്നത്. അതൊക്കെ വാങ്ങിച്ചോണ്ട് പോയി പണയം വെക്കാന്ന് പറയുന്നത് കഷ്ടമാണ് കേട്ടോ. ഹലോ സാർ. സാർ, എന്താ? എന്താ ഇവിടെ ഇപ്പൊ പണയം വയ്ക്കലൊക്കെ നിർത്തിയോ? എന്താ കാര്യം? പണയം വയ്ക്കുന്നത് മോശമാണെന്നൊക്കെ ഉപദേശം. അല്ല, എന്താ കുട്ടി ഇത്? എന്റെ മാനേജർ സാർ, നമ്മൾ ഒരാൾക്കൊരു ഉദ്യോഗം കൊടുക്കുമ്പോ ആ ആൾക്ക് അതിന് അർഹതയുണ്ടോ നോക്കിയിട്ടല്ലേ ഉദ്യോഗം കൊടുക്കാൻ. അതിങ്ങ് തരണം, ഞാനിപ്പോ കാണിച്ചു തരാം സാർ. ഇങ്ങ് തരണം. കൊണ്ടുപോയി ഒന്ന് ഒരച്ച് നോക്കട്ടെ. ആദ്യം കല്ലിലാണേ. അതൊക്കെ എനിക്കറിയാം സാർ, സാറെല്ലാം പറഞ്ഞു തന്നിട്ടില്ലേ? അയ്യോ, പതുക്കെ. അയ്യോ, സ്വർണ്ണമാണെന്ന്. നിങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് സ്വർണ്ണമാണെന്ന് ഉറച്ചാലല്ലേ അറിയാൻ പറ്റൂ. എന്ത്? അയ്യോ, എന്റെ മാല. ഒന്നും പറ്റില്ല. സാറ് കരുതുന്ന പോലെ ഒന്നും പറ്റില്ല. അതേ കണ്ട അയ്യോ, പൊട്ടി. നല്ല സ്വർണ്ണമാണ്, പക്ഷെ കൊളുത്ത് ശരിയല്ല. കൊളുത്തേ, അതാ ഞാൻ പറഞ്ഞ സ്ട്രോങ് ആയിരിക്കണമെന്ന്. ഒരു അവസരം കൊടുത്താ ഞാൻ ഇപ്പൊ ശരിയാ. ഇപ്പൊ 2 കഷ്ണമാണ്. വെള്ളം. ലീലാവതി കഴിക്കുന്നില്ലെന്ന് ചോദിച്ചേ.
ചേച്ചി ഊണ് കഴിക്കുന്നില്ലേ? ആ ഞാന് ഡയറ്റിംഗ് മണിയണ്ട. ആഹാരം വെട്ടിവലിച്ച് കഴിക്കാനല്ല, നിയന്ത്രിക്കാൻ ആദ്യം പഠിക്കണ്ടേ. മണിയണ്ടോ? എന്തോ? ഇനി വാ മണിയണ്ടാ. വീട്ടില് നേരാവണ്ണ ഒന്നും കഴിക്കാനില്ലാത്തവർ അങ്ങനൊക്കെ പറയും മണിയണ്ടാ. മണിയണ്ടാ, എന്തോ? ഞങ്ങളുടെ കുടുംബത്തിലെ വെറുതെ കളഞ്ഞ ആഹാരം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എത്യോപ്യ എന്നൊക്കെ പറയുന്ന രാജ്യത്തെ പട്ടിണി മാറ്റാൻ. മണിയണ്ടാ, എന്തോ? ജോലിക്കിടയിൽ ഉറങ്ങിയ ഇതാ കുഴപ്പം. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്വപ്നം കാണുവേ. എന്തോ? ലീലാവതി നടക്കുന്ന സ്വപ്നവേ കാണാറുള്ളൂ. മണിയണ്ടോ? എന്തോ? ഇതേ സ്വപ്നം കണ്ട് അങ്ങനെ ഇറങ്ങി നടക്കും. അങ്ങനെ നടക്കുന്ന സ്വപ്നം. മണിയണ്ട, എന്റെ ഭർത്താവിന്റെ വീട്ടിലെ 3 ആനകളുണ്ടായിരുന്നു. മണികണ്ട, എന്തോ? ഭർത്താവിനെ കൂട്ടിച്ചേർത്ത് 4 ആന. അത് സാധാരണ ആനയല്ല, കുഴിയാന. ദേ, എന്റെ ഭർത്താവിനെ പറഞ്ഞാലുണ്ടല്ലോ കളിയാക്കല്ലേ? എന്നെ കൈ കൊണ്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ. കൈ ചൂണ്ടിക്കൂടെ? എന്നെ ചൂണ്ടിയാ സംസാരിക്കുന്നത്. ആനയെ പറഞ്ഞപ്പോ നിനക്ക് ഫീൽ ചെയ്യുന്ന എന്തൊരൊച്ചയാണിത്? സാർ, അത് ചിലരുടെ നാവിന്റെ കുഴപ്പമാണ് സാർ. ഇക്കണക്കിന് പോവാണെങ്കിൽ ചിലരുടെ പല്ലിനും കുഴപ്പമുണ്ടാവും. അപ്പൊ നീയാണ് ഈ ഓഫീസിൽ അളിയ, ആ രമേശിന്റെ പ്രശ്നമുണ്ടല്ലോ, അതങ്ങ് സെറ്റിൽ ചെയ്യണാണ് നല്ലത്. അല്ലെങ്കിൽ അളിയന്റെ ഇമേജിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നേ. എന്റെ ഇമേജിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അയ്യോ അളിയ, അങ്ങനെയല്ല. അവന് രാഷ്ട്രീയപരമായിട്ടൊക്കെ ഭയങ്കര പിടിപാടാണ്. അവൻ ഈ വീടിന്റെ നടയിൽ മുദ്രാവാക്യമൊക്കെ വിളിച്ചോണ്ട് നിക്കാന്ന് വെച്ചാ അതിന്റെ ക്ഷീണം നമുക്കാണ്. അതുമല്ല, അവൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നത്. ഇനി എന്തൊക്കെ ഭീഷണി ഉണ്ടെങ്കിലും ശരി, അവന് കാശ് കൊടുക്കുന്ന പ്രശ്നമില്ല. അയ്യോ അളിയ, അങ്ങനെ അർത്ഥമുറിച്ചൊന്നും പറയരുത്. അവനൊരു നിത്യശല്യക്കാരനായിട്ട് മാറുന്നേ, നിത്യശല്യക്കാരനായിട്ട്. ആ ശല്യം ഞാൻ സഹിച്ചോളാം. നിങ്ങൾ എല്ലാം കൂടെ എന്നെ കുത്തുവാള എടുപ്പിച്ച് അടങ്ങൂല്ലേ? അളിയ, ഓരോ നിമിഷവും ഞാൻ അളിയ മന്ത്രം ജപിച്ചുകൊണ്ടാണ് ഇവിടെ കഴിയുന്നത്. ആ എന്നെ വിഷമിക്കരുത്, വിഷമിക്കരുത്. നരേന്ദ്രന്റെ മനസ്സിൽ ഒന്നും വിചാരിച്ച് പറഞ്ഞതല്ല. തീർച്ചയാണോ? തീർച്ചയാ. ആ, എങ്കിൽ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ ഒരു നിമിഷം മനസ്സറിയാതെ വിളിച്ചുപോയി. വിസ അയച്ചിരാ നീ എന്നെ പരീക്ഷിക്കുകയാണോ ദൈവമെന്ന്. മാറി മാറി, ആ വിഷമം മാറി. അപ്പൊ അളിയ, എത്രയും വേഗം അവന്റെ പൈസ കൊടുത്ത് തടി രക്ഷിക്കണം. ചേട്ടത്തി, ഇതൊക്കെ ഒരു ടെക്നിക്കാണ്, ഞാൻ കൈകാര്യം ചെയ്യാം. മറുപടി ചേട്ടത്തിയില്ലേ? ഉണ്ട്, കേറുവാ. ശരി. ചേട്ടത്തിയേ, ഇത് ആരാ വന്നേക്കുന്നേ നോക്കിയേ. ആരാടാ? ആഹാ, വാ 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 വാ, ഇരിക്ക് ഇരിക്ക് ഇരിക്ക്. ഇല്ല, ഇരിക്കുന്നില്ല. ചേട്ടത്തിയെ കാണണം, ഒരു കാര്യം പറയണം, അതിനാ വന്നേ. എന്നതാ കാര്യം? അത് ഒരു ഭയങ്കര കാര്യമാണ്. മിനിഞ്ഞാന്ന് ഉറക്കത്തിൽ നരേന്ദ്രാളി ഒരു സ്വപ്നം കണ്ട്, ഒരു ഭയങ്കര 2 പ്രകാശം. അതിങ്ങനെ നരേന്ദ്രാളിയന്റെ അടുത്ത് വന്നു. നരേന്ദ്രാളിയൻ പ്രകാശങ്ങളെ നോക്കി. ആ പ്രകാശങ്ങളുണ്ടല്ലോ, പ്രകാശങ്ങളെ, അത് കറിയച്ചേട്ടത്തെയും മറിയച്ചേട്ടത്തി അല്ല, മറിയച്ചേട്ടത്തെയും കറിയച്ചേട്ടത്തി അല്ല, മറിയച്ചേട്ടത്തെയും കറിയച്ചേട്ടനും. ആ കറക്റ്റ്, അതായിരുന്നു. എന്നിട്ടുണ്ടല്ലോ മതി, ഞാൻ പറയാം. അതെ, ഞങ്ങളുടെ വീട്ടിലേക്ക് ചേട്ടത്തിയും ചേട്ടനും ഒന്ന് വരണം. ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയാ. ആ പ്രകാശങ്ങളെ കണ്ടത് മുതല് അളിയന്റെ ഒരു ആഗ്രഹമാണ്. ക്ഷണിക്കാനുള്ള ദൗത്യം ഞങ്ങളെ ഏൽപ്പിച്ച് വിട്ടിരിക്കുകയാണ്. വരണം, വന്നേ പറ്റൂ. ഈ ഞായറാഴ്ച അവധി ദിവസമല്ലേ? അന്ന് അയ്യോ, ഡിന്നറിനൊക്കെ വരാൻ മാത്രം ഞങ്ങള്. അയ്യോ, ഇത് ഡിന്നറൊന്നും അല്ല, ഒരു സന്തോഷം, ഒരു സന്ദർശനം, അത്രേ ഉള്ളൂ. ആ പ്രകാശങ്ങളും പറഞ്ഞ് ഒരു സന്തോഷത്തിന്, ഒരു സായുജ്യത്തിന്. എന്റെ പൊന്നു മക്കളെ, ഈ കളവനും കളവി ഇവിടെങ്ങാനും ഒക്കെ. അയ്യോ, കിളവനും കിളവിയോ? ചേട്ടൻ ആരോഗ്യ ദൃഢഗാത്രൻ, ചേട്ടത്തെ ഗാത്രി. നമ്മളെപ്പോലുള്ളവരാണ് കിളവന്മാര്. കണ്ടില്ലേ, അകാല ചുമ. മതിയാ? ഓ, കൂടുതൽ എതിർത്തൊന്നും പറയരുത്. ഞങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ വരണം. അച്ചായോ? അപ്പൊ പോകാല്ലേ? വരാം വരാം. വരട്ടെ എന്നാല്. വരണേ. സാവിത്രി ചേച്ചി.
ലീലാവതിയോ എന്താ? പിന്നെ മറിയ ചേട്ടത്തി ഞങ്ങളുടെ വീട്ടില് വരുന്നുണ്ടേ. മറിയ ചേട്ടത്തി, മറിയ ചേട്ടത്തിയേ. ഓ, മീൻ വിൽക്കുന്ന മറിയ. ഓ, അവളുടെ മീനിനൊക്കെ വില കൂടുതലാ, അതുകൊണ്ടേ ഞാൻ ഇങ്ങോട്ട് അടുപ്പിക്കത്തില്ല. അയ്യോ, ആ മറിയ അല്ല സാവിത്രി ചേച്ചി, ഇത് ഞങ്ങളുടെയൊക്കെ ഒരു ബോസാ. അവക്ക് ഇത്തിരി പോസ് കൂടുതൽ തന്നെയാ. ഇമാതിരി പോസുകാരെ ഒന്നും സാവിത്രി പടിക്കകത്ത് കേറ്റത്തില്ല ലീലാവതിയെ. അയ്യോ അതല്ല, ഇനി വന്നേ, ഇനി വന്നേ, ഞാൻ പറയാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്കണേ. കേൾക്കാം എന്റെ ലീലാവതി, ഒന്ന് പതുക്കെ പറഞ്ഞാ മതി. മറിയ ചേട്ടത്തി എന്ന് പറയുന്ന ഒരു വലിയ കാശുകാരി ഉണ്ടേ. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്നാ പറയുന്നേ? അവരെ ഞങ്ങളുടെ വീട്ടില് ഡിന്നറിന് വരുന്നു, ഡിന്നറിന്. അങ്ങനെ ഇങ്ങനെ അവര് ആരുടെ വീട്ടില് പോകത്തില്ല. ആരും വീട്ടിൽ കയറ്റാത്തവരെയാണോ ലീലാവതി വിളിക്കുന്നത്? ഒരു വലിയ പണക്കാരി സ്ത്രീ, സാവിത്രി ചേച്ചിയെ പോലെ ഒരു 10 സാവിത്രി ചേച്ചിമാരെ ഇട്ടുമൂടാനുള്ള സ്വത്തും പണം ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരാളെ ഞങ്ങളുടെ വീട്ടില് വിരുന്നിന് വരുന്നു. ഞങ്ങളുടെ വീട്ടില് മാത്രം. വേറെ ആരൊക്കെയോ ശ്രമിച്ചു നോക്കി, നടന്നില്ല. ഞങ്ങളുടെ വീട്ടില് വിരുന്നിന് വരുന്നു. ഇനി സാവിത്രി ചേച്ചി ഒന്നും പറയണ്ട, ഞാനൊന്നും കേൾക്കുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ വരുന്നു, ഞങ്ങളുടെ വീട്ടിൽ വരുന്നു, ഞങ്ങളുടെ വീട്ടിൽ വരുന്നു. ഞാൻ പോട്ടെ. പാവം, ചെവിക്ക് ഏതാണ്ട് അസുഖം വന്നു എന്ന് തോന്നുന്നു. കൊളംബോയിൽ പച്ചക്കറിയൊക്കെ ഭയങ്കര വില കുറവാണ്. ആ വിസയൊന്ന് വന്നെങ്കിൽ മതിയായിരുന്നു. സുഗുണേട്ടാ വേണ്ട, കൊളംബോയിൽ കൂടെ വരട്ടാന്ന് ചോദിക്കാനാണെങ്കിൽ വേണ്ട, മര്യാദ ജോലി. ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ. സുഗുണ, ശാരദ, എല്ലാം റെഡിയല്ലേ? കൊള്ളാം, റെഡി മണി മുണ്ടാക്കയം. ഇന്നത്തെ പാർട്ടി മറിയ ചേട്ടത്തിക്ക് ഇഷ്ടപ്പെട്ട പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. ഞാനേ അവരുടെ ഗുഡ് ബുക്കിൽ കയറും. പിന്നൊരു കാര്യം. എന്താ ചേട്ടത്തി? അല്ല, പുകഴ്ത്തലൊന്നും എനിക്കിഷ്ടമല്ല. അതൊക്കെ വളരെ മോശമല്ലേ? എന്നാലും ചേട്ടത്തി വരുമ്പോഴേ എന്നെ ചെറുതായിട്ടൊന്ന് പുകഴ്ത്തിക്കോണേ. അത് പിന്നെ പറയണം, ചേട്ടത്തി ഭയങ്കര ബുദ്ധിയുള്ള സ്ത്രീയാണെന്ന് ഞങ്ങളങ്ങ് പറയാം അല്ലേ? അത് ഭയങ്കര പുകഴ്ത്തലല്ലേ? ഞാൻ സിഗ്നൽ തരുമ്പോ നീയും കൂടെ പൊഴുതിക്കണം കേട്ടോ. അത് ഞാൻ ഏറ്റു. അയ്യോ, അങ്ങനെ സിഗ്നൽ വെച്ചൊന്നും പുകഴ്ത്തണ്ട. കുറച്ച് നല്ല വാക്കുകൾ. കമ്പാരിസൺ മുഴുവൻ അവളുമായിട്ടായിരിക്കണം. സദ്യമായിട്ട്. നാത്തൂന് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞങ്ങൾക്കറിയാം എങ്ങനെ പുകഴ്ത്തണോന്ന്. അത് തന്നെ, പോത്തിനെ നിലവിടാൻ പഠിപ്പിക്കണോ, കുരങ്ങനെ മരം കയറാൻ പഠിപ്പിക്കണോ അല്ലേ? ശരി ശരി, നടക്കട്ടെ. അയ്യോ, അവര് വന്നു. നന്നായിട്ട് പൊഴിക്കണം കേട്ടാ. എനിക്കിപ്പോ തന്നെ 3 പോയിന്റ് കിട്ടി. കൂളിംഗ് ഗ്ലാസ് വെക്കല്ലേ? അടുക്കളയിലാണ് ഒരു കൂളിംഗ് ഗ്ലാസ്. അതിൽ കുറച്ച് മുളക് വാരിയിട്ട്. അയ്യോ, വരണം ചേട്ടത്തി, വരണം. ഇത് സതിയുടെ വീടാ ഇല്ലയോ? അയ്യോ, അതെങ്ങനെ മനസ്സിലായി? നമ്മുടെ ഏറ്റവും വലിയ ശത്രു താമസിക്കുന്നത് നമ്മുടെ വീടിന്റെ ഏറ്റവും അടുത്ത വീട്ടിലായിരിക്കുമല്ലോ. അങ്ങനല്ലയോ പ്രമാണം? അയ്യോ, കണ്ട ഞാൻ പറഞ്ഞില്ലേ, ചേട്ടത്തിന്റെ അറിവ് മനസ്സിലായോ? ഈ അറിവൊക്കെ ഇവക്ക് പറഞ്ഞു കൊടുക്കുന്ന ആരാ? ഞാനാ. അഹങ്കാരം ഉച്ചരിക്കുന്ന നാവോ എപ്പോഴും അനർത്ഥങ്ങളെ ക്ഷണിച്ചു വരുന്നു. വരണം. എനിക്കറിയായിരുന്നു മാഡം എന്റെ വീട്ടിലെ ആദ്യം വരൂന്ന്. കുറച്ചുകൂടി ഉറക്കെ, എന്നാലേ കേക്കണ്ടവര് വ്യക്തമായിട്ട് കേക്കത്തുള്ളേ. മനസ്സിലായല്ലേ? വരൂ, നടക്കണം ചേട്ടത്തി. വരണം. അയ്യോ, ചേട്ടത്തി ഇങ്ങോട്ടിരിക്കണം, സാറ് ഇവിടെ ഇരിക്കണം. നരേട്ടനാണെങ്കിൽ എപ്പോഴും സാറിന്റെ ചേട്ടത്തിന്റെ വിശേഷങ്ങൾ ചോദിക്കാനേ നേരമുള്ളൂ. ഇത്രയും വലിയ മനസ്സുള്ള സ്ത്രീ, അവരെ കാണാൻ പറ്റുന്നതിന്റെ പുണ്യം. അങ്ങനെയാ പറയുന്നേ. കർത്താവേ, ഇവര് പറയുന്നത് എന്തെന്ന് ഇവരെ അറിയുന്നില്ലേ? ഞാൻ അറിയുന്നുണ്ടേ. ഇവരോട് പൊറുക്കണമേ.
അയ്യോ ഇതാണല്ലേ മറിയ ചേട്ടത്തി, സത്യം പറഞ്ഞാലുണ്ടല്ലോ. ഇവര് പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാവേ. ഇവരോടും പൊറുക്കേണമേ എന്റെ കർത്താവേ. പാവങ്ങളല്ലേ എന്റെ കർത്താവേ, ഒന്ന് പൊറുത്തേരെ പ്ലീസ്. മറിയയുടെ റിക്വസ്റ്റ് അല്ലേ, ഇവരോടൊന്ന് പുറത്തേരെ പ്ലീസ്. ഞാനല്ലേ പറയുന്നേ. വേണ്ട, ഞാൻ അങ്ങോട്ട് ചെന്ന് ആ തള്ള ഇങ്ങോട്ട് വിളിച്ചോണ്ടിരാൻ പോവാ. സതി, നീ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്നെ തടയരുത്. ചേച്ചി എടുത്തിയാട്ടം കൊണ്ടൊന്നും കാര്യമില്ല. തന്ത്രമാണ് പയറ്റേണ്ടത്. നമ്മൾ തന്ത്രപരമായി നേരിടും.